ആ മനുഷ്യനില്ല എന്നർത്ഥം. അവന്റെ മനസ്സ് വികസിച്ചിട്ടില്ല എന്നർത്ഥം. ബുദ്ധി വികസിക്കും, മനസ്സ് വികസിക്കുകയില്ല എന്നർത്ഥം. മറ്റൊരാൾക്ക് സന്തോഷം ഉണ്ടാകുമ്പോൾ നമുക്കും അറിയാതെ സന്തോഷം വരുന്നുണ്ടെങ്കിൽ നമ്മൾ മനുഷ്യരാണ് എന്നർത്ഥം. ഈ മാനുഷിക വികാരങ്ങൾ ഇന്ന് വിദ്യാഭ്യാസത്തിലൂടെ വളർത്തപ്പെടുന്നുണ്ടോ? ചോദ്യം അതാണ്. അതില്ലാതെ മൂല്യം ഉണ്ടാവുക സാധ്യമല്ല. തിരുവനന്തപുരത്ത് വണ്ടിയിടിച്ച് ഒരു മനുഷ്യന്റെ കാല് രണ്ടായിട്ട് മുറിഞ്ഞു വീണിട്ടും അരമണിക്കൂറിലധികം ചോരവാർന്നവിടെ കിടന്ന് പോലീസുകാരും ഉദ്യോഗസ്ഥന്മാരും നാട്ടുകാരും മുഴുവൻ അത് കണ്ടുകൊണ്ട് നിന്നിട്ടും ഒരാളും എടുത്തുകൊണ്ടു പോകുവാൻ എന്തുകൊണ്ട് തയ്യാറായില്ല? നമ്മളത് പഠിപ്പിച്ചോ? ആ മനുഷ്യന്റെ നിലവിളി എന്റെ നെഞ്ചിൽ എന്തെങ്കിലും നീറ്റലുണ്ടാക്കിയോ? ആ നീറ്റൽ ഉണ്ടാകുന്നില്ലെങ്കിൽ ആരാ ഉത്തരവാദി? നീറ്റൽ ഉണ്ടാകാത്തവനല്ല ഉത്തരവാദി. ആ നീറ്റൽ ഉണ്ടാക്കി കൊടുക്കേണ്ടതായിരുന്നു. അതിന്റെ ഒരു വലിയ വശം വിദ്യാഭ്യാസത്തിലൂടെയാണ്. പരന്റെ ദുഃഖം, അന്യന്റെ വേവലാതികൾ, അന്യന്റെ ഹൃദയവികാരത്തെ സംവേദിക്കുവാൻ, അനുഭവിക്കുവാനുള്ള അവസ്ഥ സംജാതമാകേണ്ടത് വിദ്യാഭ്യാസത്തിലൂടെയാണ്. അതിനെയാണ് മനോവികാസം എന്ന് പറയുന്നത്. അത് സാധിപ്പിച്ചു കൊടുക്കാൻ നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട് ഇന്ന് സാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്കേ അറിയൂ. ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ആ വികാരങ്ങൾ, മനോവികാസം സാധ്യമാകാത്ത വിദ്യാഭ്യാസം അല്ല. മനോവികാസത്തിലൂടെ ഉണ്ടാക്കിയെടുക്കേണ്ട മാനുഷിക ഗുണങ്ങളെ സൃഷ്ടിക്കാൻ കഴിയാത്ത വിദ്യാഭ്യാസമല്ല. കുറെ വിവരങ്ങൾ കൂട്ടിച്ചേർക്കുന്ന വെറും ലൈബ്രറികളാണ് വിവേകാനന്ദ സ്വാമികൾ അതുകൊണ്ടാണ് പറഞ്ഞത്. അങ്ങനെ ആയിരുന്നെങ്കിൽ, അതായിരുന്നു മനുഷ്യന്റെ വളർച്ചയെങ്കിൽ വലിയ വലിയ ലൈബ്രറികൾ മഹാമുനികളായി മാറിയേനെ. മരക്കുറ്റികൾ മാമുനിമാരും വലിയ ഡിക്ഷണറികൾ വലിയ ഋഷിമാരുമായി മാറുമായിരുന്നു. വിവരങ്ങൾ ശേഖരിച്ചു വെക്കുന്നതാണ് മനുഷ്യന്റെ വളർച്ചയെങ്കിൽ. അതല്ല, മനുഷ്യന്റെ വളർച്ച എന്ന് പറയുന്നത് അവന്റെ മനോവികാസമാണ്. റൂസോ പറഞ്ഞു ഒരിക്കൽ, മനുഷ്യൻ ആദ്യം മൃഗമാണ്, പിന്നീട് ശിക്ഷണം കൊണ്ട് ഏറെക്കുറെ മനുഷ്യനായി മാറുകയാണ്. അതാണ് യൂറോപ്യൻ കൺസെപ്റ്റാണ്. മനുഷ്യൻ മൃഗമാണ് എന്നുള്ളത് അടിസ്ഥാനപരമായി മൃഗമാണ് അല്ല, മനുഷ്യൻ ഈശ്വരനാണ് എന്നുള്ളതാണ് ഭാരതത്തിൽ അടിസ്ഥാനപരമായ വീക്ഷണം. അവൻ മൃഗമല്ല. അവന്റെ മൃഗത്വത്തെ മാറ്റി അവനെ മനുഷ്യനാക്കി രൂപാന്തരപ്പെടുത്തുന്നതാണ് വിദ്യാഭ്യാസം. അവന്റെ ഉള്ളിൽ എല്ലാം നന്മയും ഉണ്ട്. അതാണ് നമ്മളെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഉള്ളിലുള്ളതിനെ കണ്ടെത്തുന്നതാണ് വിദ്യാഭ്യാസം. ശിലയിൽ ശില്പമുണ്ട്, ശിലയിൽ ശിവനുണ്ട്. അത് പുതിയതായിട്ടുണ്ടാവുന്നതല്ല. ശിവൻ ശിലയിൽ ശില്പമായി അല്ലെങ്കിൽ വിഗ്രഹമായി പരിണമിക്കുന്നത് എങ്ങനെയാണ്? ആ ശിവന് വേണ്ടാത്തതെല്ലാം പൊട്ടിക്കളയുമ്പോൾ ശേഷിക്കുന്നത് ശിവനായി മാറുകയാണ്. അതാണ് ശിലയിൽ നിന്ന് ശില്പം ഉരുത്തിരിഞ്ഞു വരുന്നത്. മനുഷ്യന്റെ ഉള്ളിൽ എല്ലാം ഉണ്ട്. വേണ്ടാത്തത് കളഞ്ഞെന്നാൽ, നവീകരിച്ചാൽ, പരിഷ്കരിച്ചാൽ അവന്റെ ഉള്ളിലുള്ള മനുഷ്യത്വം, ഈശ്വരത്വം തെളിഞ്ഞു വരികയും ശ്രേഷ്ഠനായ മനുഷ്യനായി പരിണമിക്കുകയും ചെയ്യും. ഈ ശിലയിൽ ശിവനെ ഉണ്ടാക്കുന്നത് പോലെ മനുഷ്യന്റെ ഉള്ളിൽ മനുഷ്യത്വത്തെ ഉണ്ടാക്കുന്നതിനെയാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. മനുഷ്യൻ സ്വതവേ പൂർണ്ണനാണ്. അബ്ദുൽ കലാം പറഞ്ഞല്ലോ, APJ അബ്ദുൽ കലാം പറഞ്ഞു, ഒത്തിരി സാധന സാമഗ്രികൾ കുത്തി നിറച്ച ഒരു ഇരുട്ട് മുറി, അതിനുള്ളിലേക്ക് പലതരം ചില്ലുകൾ വെച്ച, കണ്ണട വെച്ച ഒരു നിങ്ങളെ കയറ്റി വിടുന്നു. അതിനുശേഷം മെല്ലെ ഈ മുറിക്കുള്ളിലെ ലൈറ്റ് മെല്ലെ അതിന്റെ പ്രകാശം വർദ്ധിപ്പിക്കുക. ആകെ കൂടി എന്തൊക്കെയോ ഇരിക്കുന്നത് കാണാം, എന്താണെന്ന് മനസ്സിലാവില്ല. ഓരോ ചില്ലും എടുത്തു മാറ്റുക, അപ്പോഴും കുറെ കാഴ്ചകൾ കാണാം വികൃതമായി. അവസാനം ഓരോ ചില്ലും മാറ്റി മുഴുവൻ കണ്ണടയും മാറ്റി വിളക്ക് തെളിച്ചുകൊണ്ടിരുന്നു. പൂർണ്ണമായ പ്രകാശം പരക്കുമ്പോൾ ആ മുറിയിലെ മുഴുവൻ വസ്തുക്കളെയും നേരെ കാണുമ്പോൾ ആണ് അതിനുള്ളിൽ എന്താണ് എന്ന് മനസ്സിലാവുന്നത്. അതിനെയാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഉള്ളിലുള്ള ഈ മറകളെ, ഈ നിഴലുകളെ മാറ്റിയെടുക്കുമ്പോൾ പൂർണ്ണമായ ദൃശ്യം, ശരിയായ കാഴ്ച, ആ കാഴ്ച നൽകുന്നതിനെയാണ് വിദ്യാഭ്യാസം എന്ന് ഭാരതം പറയുന്നത്. ഉള്ളിലുള്ള അതിനെ കണ്ടെത്താൻ, തെളിയിച്ചെടുക്കാൻ ഇന്നത്തെ അധ്യാപകന് എന്റെ എളിയ ചോദ്യം, നമുക്കിവിടെ ഇരിക്കുന്നവർക്കെങ്കിലും കഴിയുമോ എന്നുള്ളതാണ്. കഴിയേണ്ടതല്ലേ? മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം വേണം എന്ന് നമ്മുടെ നാട് ആവശ്യപ്പെടുമ്പോൾ, നമ്മുടെ ആവശ്യം അതാണ് എന്ന് പറയുമ്പോൾ, അതിന്റെ ഒരു തുടക്കം എന്നുള്ള നിലയിൽ ഇവിടെ ഇരിക്കുന്ന നമ്മളോട്, നിങ്ങളോട് അതിൽ ചില മൂല്യങ്ങൾ നമുക്ക് ആവിഷ്കരിക്കാൻ കഴിയുമോ?
വിദ്യാഭ്യാസത്തിലൂടെ മൂല്യാധിഷ്ഠിതമായ ഒരു സമൂഹത്തിനെ സൃഷ്ടിക്കണമെന്ന് പറയുമ്പോൾ അതിൽ ചില മൂല്യങ്ങൾ നമുക്ക് നമ്മുടെ വിദ്യാലയത്തിൽ നമ്മുടെ സ്വന്തം ജീവിതത്തിലൂടെ അത് അല്പമാത്രമായിട്ടെങ്കിലും വളർത്താൻ കഴിയുമോ? 1000 അധ്യാപകർ വിചാരിച്ചാൽ അനേകായിരം കുട്ടികളിൽ പരിവർത്തനം വരുത്താൻ കഴിയും. ആ പരിവർത്തനത്തിന്റെ തുടക്കം മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം വേണം എന്ന് നാം സമരം നടത്തുക. ചോദ്യം ഇപ്പോൾ സമരത്തെ കുറിച്ചല്ല, ചിലരെങ്കിലും നമുക്ക് അനുവർത്തിക്കാൻ കഴിയുമോ? ഒന്ന്, വിദ്യാഭ്യാസം കൊണ്ടുണ്ടാവേണ്ടത് വിനയം ആണ് എന്നുള്ളത് ഭാരതീയ ദർശനത്തിന്റെ ഒരു വീക്ഷണമാണ്. വിദ്യാവിനയങ്ങൾ എന്നാണ് പറഞ്ഞു പോരുന്നത്. വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുചൈവ ശുഭാഗേജ പണ്ഡിത സമദർശിന. ഭഗവത്ഗീതയിലെ മറ്റൊരു ദർശനമാണ്. സമത്വം ദർശിക്കണമെങ്കിൽ ആദ്യം അറിവുണ്ടാവണം, വിദ്യയുണ്ടാവണം. വിദ്യ ഉള്ളതിന്റെ അടയാളം വിനയമാണ്. അഹങ്കാരപൂരിതമായ തലമുറ വളർന്നു വരുമ്പോൾ അഹങ്കാരമല്ല അറിവ് എന്ന് കാണിച്ചു കൊടുക്കാൻ വിനയത്തിന്റെ, നമ്രതയുടെ തലകുനിച്ച് കൊടുക്കുന്ന സംസ്കാരം നമുക്ക് നമ്മുടെ മുമ്പിൽ വരുന്ന കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയുമോ, കാണിച്ചു കൊടുക്കാൻ കഴിയുമോ? എന്റെ വീട്ടില് ഞാൻ കുഞ്ഞായിരിക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കാര്യത്തിന് ഒരു കാര്യം ഇല്ലെങ്കിൽ കട്ടമായ അടി വാങ്ങിയിട്ടുള്ള ഒരാളാണ് ഞാൻ അച്ഛന്റെ കയ്യിൽ നിന്ന്. അങ്ങനെ ഇടയ്ക്ക് അടിക്കുമ്പോ അടി ആദ്യം വീഴും, പിന്നെ അടിയെ ന്യായീകരിക്കാൻ എന്തെങ്കിലും കുറെ പഴഞ്ചൊല്ലും പറയും. അതിലൊരു പഴഞ്ചൊല്ലായിരുന്നു, ഇവിടെ കായേറുമ്പോ കൊല താഴും, കായേറുമ്പോ കൊല താഴും. എന്താണെന്ന് എനിക്ക് അന്ന് മനസ്സിലായിട്ടില്ല. പക്ഷെ പിന്നെ മനസ്സിലായി. വലുതായി കഴിഞ്ഞപ്പോ നമ്മുടെ നാട്ടിലൊക്കെ ചില പറമ്പിൽ ഈ വെള്ളവും